ഹായ് ഫ്രണ്ട്സ്, ഡോണൂസ് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കയുടെ സീസണാണല്ലോ. ചക്ക കൊണ്ടുള്ള പല വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊതിയൂറുന്നതും ചക്ക കൊണ്ടുള്ളതുമായ ഒരു അടിപൊളി കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 2 കിലോയുടെ കേക്കാണിത്. ആദ്യമേ തന്നെ കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ കാരമൽ റെഡിയാകുമ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനു വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് 3 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള ഉപ്പും 7-8 ഗ്രാമ്പൂ പൊടിച്ചതും കൂടി ചേർത്ത് എല്ലാം കൂടി ചേർന്നൊന്ന് 3 തവണ മിക്സ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ കേക്കിലേക്ക് നല്ല പഴുത്ത ചക്കച്ചുള 25 എണ്ണം ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതും 1/2 കപ്പ് ചക്കപ്പഴം അരിഞ്ഞതും 1/4 കപ്പ് നട്ട്സും നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഒരു ബൗളെടുത്ത് നമുക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഈ കേക്കിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എടുത്തിരിക്കുന്ന ചക്കപ്പഴം നല്ല മധുരമുള്ളതുകൊണ്ട് 1/2 കപ്പ് മതി. ഇനി നിങ്ങളെടുക്കുന്ന ചക്കപ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കാം. ഇനി കുറേശ്ശെയായി പഞ്ചസാര പൊടിച്ചത് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് 4 പ്രാവശ്യമായി പഞ്ചസാര കുറേശ്ശെയായി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന ചക്കപ്പഴം ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കാരമലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. ലാസ്റ്റ് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ബീറ്റ് ചെയ്ത് ബീറ്റർ മാറ്റി വെച്ച് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചക്കച്ചുള അരിഞ്ഞതും നട്ട്സും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 8 ഇഞ്ചിൻ്റെ ഒരു റൗണ്ടും സ്ക്വയറും കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് കേക്ക് വെച്ച് കൊടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കേക്ക് റെഡിയായി. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ളൊരു ചക്കപ്പഴ കേക്ക് റെഡി. ഈ കേക്ക് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.